മണത്തോക്കേ. ഇത് വെളിച്ചെണ്ണയല്ലേ? ഇത് നല്ലെണ്ണയാണ്, വേറൊരു മണം അല്ലേ? എന്തൊക്കെയോ മിക്സ് ചെയ്ത് വരികയാണ്. മുമ്പ് നല്ലെണ്ണ മേടിച്ചാൽ നല്ല മണമായിരുന്നു. ഇതൊക്കെ ആരോടെ പറയണ്ടേ? ഇപ്പൊ എല്ലാം മായമാണല്ലേ. പിന്നെ അല്ലാതെ. അമ്മ വീണ സുബ്രഹ്മണ്യത്തെ പറ്റി കേട്ടണ്ട? പിന്നെ അങ്ങനത്തെ കുറെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല അമ്മ, ഞാൻ പറഞ്ഞത് ഫേമസ് ക്ലാസിക്കൽ ഡാൻസർ വീണ സുബ്രഹ്മണ്യത്തെ പറ്റിയാ. അമ്മ ഭരതനാട്യത്തിലെ മോഹിനിയാട്ടത്തിലൊക്കെ പല പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് ലെക്ചറാ. അമ്മ ഞാൻ പറഞ്ഞത് കേൾക്കണുണ്ടോ? അമേരിക്കയിലെ ലെക്ചർ അല്ലേ? എനിക്കറിയാം. അത് തന്നെ. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറയാ കേട്ടാ. ഇങ്ങനെ വളച്ച് 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 ചുറ്റിയൊന്നും പറയണ്ട. അമ്മേ, വീണ മാഡം ഉണ്ടല്ലോ, ഇപ്പൊ നാട്ടിലുണ്ട്. പുതിയ ഡാൻസ് ക്ലാസ് തുടങ്ങുന്നുണ്ട്, ഭരതരാഗം. അമ്മ ക്ലാസ് ഇവിടെ അടുത്താണ്, അഡ്മിഷൻ ലിമിറ്റഡ് ആണ്. പിന്നെ കഴിവുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. കഴിവുള്ളവർക്ക് അഡ്മിഷൻ കിട്ടൂലേ? അപ്പോ നിനക്ക് കിട്ടത്തില്ല, പേടിക്കണ്ട. ഭാഗ്യം. രാവിലെ തന്നെ എല്ലാം കൊളാക്കാൻ വന്നേക്കാ കാന്താരി. അമ്മ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോഴേ പിള്ളേർ എന്നോട് ചോദിച്ചു, നീ വീണ മാഡത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ഇതൊക്കെ വലിയ അവസരമല്ലേ എന്നൊക്കെ. ശിവാപത്രം അമ്മ പിന്നെ പിള്ളേര് പറയുന്നത് ഞാൻ മൾട്ടി ടാലന്റഡ് ആണെന്ന്. ആണോ അമ്മ? എടി, നിനക്ക് ആ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. അതങ്ങോട്ട് പറ. പിന്നെ നിന്റെ മൾട്ടി ടാലന്റ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, കൂട്ടുകാർ പറഞ്ഞു പോലും. ഡി, നീ ഞാൻ സ്വയം പുകഴ്ത്തലേടി. ഷോ അമ്മ, ഞാൻ മാഡത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തോട്ടെ? അറ്റൻഡ് ചെയ്തോ? ചെയ്തോട്ടെ. ചെയ്തോ? എത്ര ഫീസ്? പാട്ടും ഡാൻസും കൂടെ ചേർത്ത് 4000. 4000 ഉള്ളൂ അല്ലേ? എടി ഓടിക്കോടി. അയ്യോ, ലച്ചു കൊണ്ട് വാ, ഇവിടെ വന്നിരിക്കാൻ. എനിക്ക് മാസം എത്രയാണ് ശമ്പളം? 34,000. ഒരു മാസം ഇവിടെ പലവ്യഞ്ജനത്തിനും മീൻ മേടിക്കാനും പാലിനും ഒക്കെ ആയിട്ട് എത്രയാവും? അതൊരു 17,000 രൂപയാവും. എന്തായാലും ആണല്ലോ. വാടക എത്രയാ? വാടക 14,000. ഇപ്പൊ എത്രയായി മൊത്തം? 24,000. മറ്റു ചിലവല്ല എത്രയെന്നാണ് അറിയാമോ? എൻ്റെ ബസ് ഫെയർ, നിങ്ങളുടെ ബസ് ഫെയർ, അതുകൂടാണ്ട് നിങ്ങളുടെ ഡ്രസ്സ്, ഫീസ്, ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഒരു 40,000-40,000 രൂപയും ഈ വീട്ടിലാവേണ്ട ഒരു മാസം. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നില്ല. അച്ഛനവിടെ വന്നിട്ട് സൈഡിൽ കൂടെ ഒളിച്ചിങ് വന്നല്ലേ? എടാ, ഞാൻ അവിടെ ശരിയാവില്ലടാ. എൻ്റെ അമ്മ ഒന്ന് പറയും, തിരിച്ച് ഞാൻ 2 പറയും. എൻ്റെ ക്ഷമയാണ് അച്ഛൻ്റെ ഗമ, അതറിയാല്ലേ? എടാ, എന്നാൽ ഇത്രയും രൂപയുടെ മാസം ചിലവാവണേ? അല്ലാത്ത ചിലവാക്കൊക്കെ തന്നെ ഇത്. പിന്നല്ലേ അച്ഛനെ ഇടയ്ക്ക് കൊടുക്കണ പൈസ ഇവിടെ ഒന്നിനും തികയില്ലല്ലേ? അതച്ഛൻ ഇപ്പോഴാണോ മനസ്സിലാവുന്നേ? പാവം ലച്ചു, അവളുടെ പാട്ടും ഡാൻസും ഒക്കെ മുറങ്ങി. എനിക്കുണ്ട് ആഗ്രഹമൊക്കെ, ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണിക്കില്ലേ വലിയ വലിയ ഫ്രോക്കൊക്കെ. പക്ഷെ ഭയങ്കര ചെലവും, അതാ ഞാൻ മിണ്ടായിരിക്കും. അച്ഛനിപ്പോ ഒരു മാസം 3,000-4,000 ഒക്കെ അല്ലേ കിട്ടുന്നേ? അതുപോലെ തന്നെ ഒരു മാസം 24,000 34,000 ഒക്കെ കിട്ടിയിരുന്നെങ്കിലേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നേ ചേഞ്ച് ചെയ്യേണ്ടതാ അല്ലേ? അല്ല അച്ഛാ? പഠിച്ചെവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കാൻ നോക്ക് കേട്ടാ. ചെല്ല്. സ്റ്റൈല് ചേഞ്ച് ആവണം. പാവം. എവിടെ എടുത്തോണ്ട് പോണു? പൊടി പിടിച്ചിരിക്കല്ലേ, പൊടി അടിക്കാന്ന് വിചാരിച്ചു. പൊടി പിടിച്ചിരിക്കല്ലേ, പൊടി അടിക്കാന്ന് വിചാരിച്ചു. അകത്തുണ്ട്. പടവലം വീട്ടില് ഒരു സാധനം പൊടി അടിച്ചിരിക്കുകയാണ്, അതിനെ പൊടി തട്ടിയെടു ഉപയോഗം വരും. അത് ഞാൻ ചെയ്തോളാം. അന്ന് നെയ്യാറ്റിങ്ങനെ ഒരു സാധനം ഇരിക്കുകയല്ലേ, എത്ര തൂത്താലും പൊടി പോകാത്തത്, അതെന്ത് ചെയ്യും? അങ്ങനെയൊന്നും വിളിക്കല്ലേ ഞാൻ പറഞ്ഞു. വളരെ സ്നേഹത്തോടെ അളിയ അങ്ങനെ വിളിക്കണം. ശ്രീകുട്ട എന്തോ പുന്നാര അളിയ. എന്താടാ അത്?
പൊടി. ആ ബാസിടേ, വെറുതെ വിളിച്ചേടാ. ഓ, വരുമാനം തന്നെ പ്രശ്നം. ഡേയ്, നീ വീട്ടു ജോലി ചെയ്യണേന് നിന്റെ ഭാര്യ എത്ര രൂപ വരൂടാ? അത് വിട്. ഡേ, ഞാൻ പറഞ്ഞ ആള് ഡേ, എനിക്ക് ഒരു സൈഡ് ബിസിനസ് തുടങ്ങണോടാ. ഓ, ഈ ഇലക്ട്രോണിക്സ് വർക്ക് കൊണ്ട് ഒന്നും എത്തണില്ലടാ. ബിസിനസ് തുടങ്ങിയേ പറ്റൂ. വേണ്ട, നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരിയടാ. ആ, ഭയങ്കര ജോലിയിലാണല്ലേ. നിന്റെ അനിയൻ വന്ന് എന്നെ മോനേന്ന് വിളിച്ചിട്ട് പോയി. ഈയിടായിട്ട് ഇത്തിരി പരിഹാസം കൂടുതലാണ് കേട്ടാ. അതെങ്ങനെ പറഞ്ഞു വിടയല്ലേ പരിഹസിക്കാൻ? അതെ, സംശയമുണ്ടോ? സംശയണ്ട. കുട്ടികളടുത്ത് പറഞ്ഞാൽ ഞാൻ കേട്ട്. എന്തോന്നു? എന്താന്ന് കണക്ക്, മാസം കണക്ക്, പാലിന് എത്ര, പഴത്തിന് എത്ര, പച്ചക്കറിക്ക് എത്ര, ഇത് ആര് കേൾക്കാൻ വേണ്ടി പറയണമെന്ന് എനിക്കറിയാം. വെറുതെ രാവിലെ വഴക്കുണ്ടാക്കാൻ വരണ്ട. പോ ബാലു, പോ. നീ ഒരു കാര്യം ചെയ്യടി, പുറത്തിറങ്ങി അതിലൊക്കെ മൊത്തം കയറിയിടന്ന് പറ നീ ഇവിടെ അടക്കള ഭരിക്കണത്. നിന്റെ അറിയിട്ട് നിന്റെ മഹാത്മ്യം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, ഇനി പറയാം. നോട്ടീസും അടിച്ചിറക്കടി. ആ, അതും ചെയ്യാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? വേണേ പറയാം. ഉണ്ട്. നീ ചെന്ന് പടവലം കുട്ടമ്പഴത്ത് ചോദിച്ചിട്ട് വാ. പോ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ പറയരുതെന്ന്. എന്റെ അച്ഛനെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? എന്റെ അച്ഛന്റെ പേരുള്ള വസ്തു എന്റെ അനിയൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പൈസ കൊണ്ടാ നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. നിന്റെ അനിയൻ കൃഷി ഉണ്ടാക്കി തിന്നില്ലേ? അതിന്റെ വിഷം ഇപ്പോഴും ഉണ്ടടി ശരീരത്ത്. അവളെ അനിയന്റെ വിളവ് എടി. മനസ്സുണ്ടാടി, എനക്ക് മനസ്സാക്ഷി ഉണ്ടാടി. സ്വന്തം ഭർത്താവിന് തിന്നാൻ കൊടുക്കണതിന്റെ കണക്ക് പറഞ്ഞാടി നീ. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. വാക്കുകളെ സൂക്ഷിച്ച് സംസാരിക്കണം. വാക്കുകളും പ്രവൃത്തി ഇനി സൂക്ഷിച്ച് തന്നെയാണ് സംസാരിക്കണേ. നിന്റെ വാശാറൊന്നും എനിക്ക് വേണ്ട ഇനി കേട്ടാ. വേണ്ടെങ്കിൽ വേണ്ട. എന്റെ മക്കൾ ഇനി എന്റെ ചെലവ് കഴിയും കേട്ടീ. കഴിഞ്ഞാ കൊള്ളാം. കഴിഞ്ഞാൽ കൊള്ളാം അല്ല, കഴിയും കേട്ടാ. എന്നാ പോയി കഴി. അത് കഴിയും. എന്താ ഉറക്കെ സംസാരിച്ചു തുടങ്ങാറായടെ. സംസാരിക്കും. എന്തേ പോണെന്ന് നിങ്ങൾ ഇടിക്കോ? ഇടിക്ക് എപ്പ നോക്കിയാൽ ഇപ്പൊ കൈ പൊക്കടിച്ചിരി കൂടുതൽ. എന്റെ കൈ വായിങ്ങോട്. ധൈര്യം ഉണ്ടെങ്കിൽ വായിങ്ങോട്. ഒരു ജോലിക്കും പോവുകയില്ല, ജോലി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കയില്ല. കിട്ടി സമാധാനം. ഇറന്ന് മേടിച്ചത് എന്റെ കയ്യിൽ നിന്ന്. എടേ, ഞാൻ നവാസിന്റെ അടുത്തും കൂടെ ഉള്ളതിന്റെ അടുത്തും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മമാര് സഹകരിക്കും. പിന്നെ ഇപ്പൊ അമ്മമാരുടെ ഇങ്ങോട്ട് വരാൻ പറയാത്തത്? ഞാൻ വിളിച്ചടാ, അമ്മമാർ ഇങ്ങോട്ട് വരും. ഡേയ്, പക്ഷെ ഇതൊക്കെയാണെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. ഈ സംഗതി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമല്ല. എടേ, അത് നിങ്ങളെല്ലാം കൂടെ സഹകരിച്ചാ പോരെ? സംഗതി ഭംഗിയാവും, എളുപ്പമാവും. ആവൂലേ? ആവും. അടേ ബാസിയണ്ണ, എല്ലാം നമ്മൾ എത്തി. പക്ഷെ കാശ് റെഡിയാക്കേടേ. വേറൊരു കാര്യം, ഈ പരിപാടിയൊക്കെ നടത്തുന്നത് എന്റെ വീട്ടിൽ വെച്ചോ യവന്റെ വീട്ടിൽ വെച്ചോ പറ്റൂല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് നടത്തണം. അത് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വരുത്തനാണ്. ഇത് നിങ്ങളുടെ നാട്. എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കണോടെ? നിങ്ങളെ നടത്ത്. എന്റെ അടുത്തും ചോദിക്കണ്ട. അവൻ്റെ അടുത്തും ചോദിക്കണ്ട. നിങ്ങൾ നടത്തിയാ മതി കേട്ടാ. പോട്ടാ. ഓ, ഞാൻ പോട്ടാടാ. ഓ, പോട്ടെ. ഞാൻ കേട്ടാ. അത് കാണാം. ചേച്ചി, അളിയനും ഭാസിയും മറ്റേ നവാസില്ലേ, അവരെല്ലാരും കൂടെ ചേർന്ന് അവിടെ നിന്ന് എന്തോ പ്ലാൻ ചെയ്യണം. എന്ത് പ്ലാൻ ചെയ്യണം? എന്തോന്ന് ഞാൻ കേട്ടുണ്ട്. എന്താ ബാലു? ഒന്നുമില്ല. ഇവിടെ വെച്ചോ ഭാസിയുടെ വീട്ടിൽ വെച്ചോ വേണ്ട, വേറെ ആരുടെയെങ്കിലും വീട്ടിൽ വെച്ച് സെറ്റ് ചെയ്യാന്ന്. എന്ത് സെറ്റ് ചെയ്യാന്ന്? എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ചേർന്നിട്ട് വെള്ളമടി പ്ലാൻ ചെയ്യണം. ബാസേ, അവിടെ വർക്ക് തുടങ്ങിയാ? നീ അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിടേ. ഇല്ല, ഇവിടെ വർക്ക് തുടങ്ങുന്ന കാര്യം ആരും അറിഞ്ഞില്ല. എന്തായാലും നമ്മൾ തുടങ്ങുമല്ലോ, അപ്പൊ അറിഞ്ഞാൽ മതി. അയ്യാ, നിനക്കറിയാലോ ഇവിടുത്തെ കാര്യം. ഓ, നീ അവന്മാരെ കൊണ്ട് ചെയ്യിപ്പി. ശരിയടാ.
ചേച്ചി ചേച്ചി എന്തേ അവിടെ എന്തോന്ന് ചോദിച്ചത് അവരെന്ത് ചെയ്യണ് എന്താ അത്? വെയിറ്റിംഗ് ഷെഡാ ഏയ് ഇത് ബസ് റൂട്ടൊന്നല്ലല്ലോ, പിന്നെ വെയിറ്റിംഗ് ഷെഡ് ഒന്നും വരില്ല. ആ ചിലപ്പോ നമ്മുടെ പാറമടയിലെ യൂണിയൻകാർക്ക് ഇരിക്കാനുള്ള ഷെഡാകും. പാറമടയിലെ യൂണിയൻകാര് അവര് ബംഗാളികളല്ലേടാ, അവർക്ക് എവിടെന്നാ യൂണിയൻ? മകളെടാ കേശു ചോരോടെ എന്തോന്ന് ചോദിച്ചാണ്. ഡേ നീ എവിടെ പോണ്? ആ നവാസേഖൻ അവിടെ നിൽക്കണേ. അമ്മ വേറെ എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നീ ഇനി ചെന്ന് ചോദിക്കും, അമ്മാർ കിടന്ന് വഴക്കുണ്ടാക്കും, ആകെ പ്രശ്നമാവും, അടി കിടക്കും, അമ്മാർ ഇവിടെ നിന്ന് കൂമ്പിലിട്ട് ഇടിച്ചു തരും. അത് കൊള്ളണം. അമ്മാരെ പാടായി എന്തോ ചേട്ടാ. അത് കൊള്ളാം. വാടക വീടെന്ന് പറഞ്ഞ് വീടിന്റെ മുമ്പിൽ ഷെഡൊക്കെ കെട്ടുമ്പോഴത്തേക്ക് മിനിമം നമ്മളൊന്ന് അറിയിക്കേണ്ട മര്യാദയില്ലേ? എന്തോ കൊണ്ടാടട്ട് ഓണർ വരുമ്പോ എല്ലാം കൂടെ വലിച്ചു പിടിച്ച് കളഞ്ഞോളൂ. ബാലു എന്നെ കെട്ടി തീർക്കണോണ്ടാ കളിക്കല്ലേ. നവാസേ ആ പറഞ്ഞ കേട്ടല്ല, ആ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കൊടുക്കരുത്. വേസ്റ്റ് ആണെന്ന്. ആ ഇത് മൊത്തം വേസ്റ്റ് ആവും. ഡേയ് നീ പോടെ. എന്താ ഉദ്ദേശം? ഉദ്ദേശം നിന്നാ നീ നോക്കിക്കോ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ? നാട്ടുകാരൊന്നും പറയൂല. നാട്ടുകാർ ബാലുവിനെ ഇനി തൊട്ട് നല്ലതേ പറയൂ. ഇത്രയും നാള് എന്തൊക്കെയാ പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് വെറുപ്പിച്ച്, ഇനിയിപ്പോ തിന്നാൻ കൂടെ കൊടുത്ത് വെറുപ്പിക്കാനുള്ള പരിപാടിയാണ്. ഡാ നീ നിന്റെ 1 ഏക്കറിൽ നീ 1 വർഷം ചെയ്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കണ പൈസ ഞാൻ ഇവിടുന്ന് 1 മാസം കൊണ്ട് ഉണ്ടാക്കും. കുറെ ഉണ്ടാക്കും. എൻ്റെ കൂടെ സഹകരിക്കുന്നവർക്ക് ഇവിടെ നിൽക്കാം, ഇല്ലാത്തവർക്ക് പോവാം. എന്താ നാട്ടുകാരുടെ സഹകരണം എനിക്കുണ്ട്. ചേച്ചി വായിച്ചു എന്നോടുള്ള വാശിയാണ്. ആ അങ്ങനെ ഇല്ലാതില്ല. നവാസേ ആ നീ ഇത് കൊണ്ടൊന്നും പേടിക്കല്ലേ. ഏയ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രക്ഷയുണ്ട് കേട്ടാ. ആ മുതലാളി മക്കളെ കണ്ടാ അച്ഛൻ്റെ കടയുടെ പേരുള്ള നോക്ക് എങ്ങനെയുണ്ട്. ഹായ് തട്ടുകട. ഹായ് തട്ടുകടയല്ല, കൂയി തട്ടുകട. അളിയ തട്ടുകടയല്ല, തട്ടുകട അങ്ങനെ വേണം എഴുതാൻ. ഇതാരെഴുതിയത്? അവിടെ നമ്മളെ രക്ഷ നൗഫല് എല്ലാം കൂടെ കൊള്ളാക്കി. ഇതൊക്കെ മതി. മുതലാളി വിളക്കത്തിക്കട്ടെ. പിന്നെ വിളക്ക് കത്തിക്കണ്ടേ? എന്നാ മുതലാളിനെ കത്തിക്ക്. ഹീലു ഐശ്വര്യമായിട്ട് വിളക്കത്തി. അയ്യോ ഞാൻ കത്തിക്കടാ. കത്തിക്ക് ചേച്ചി വന്ന് പെട്ടില്ലേ, കത്തിച്ച് ചാമ്പലാക്ക്. ഹീലു കത്തി. മക്കളെ പ്രാർത്ഥിക്കടാ. ഐശ്വര്യമായിട്ട് തുടങ്ങാം. നവാസെ കണ്ടു പഠിച്ചോ കേട്ടാ. ശ്രീകുട്ടാ നിനക്ക് വല്ലതും ചെയ്യാൻ അറിയാടാ? ഇത് എവിടെ മുമ്പേ കൊണ്ടുവച്ചെന്നാ തിരിഞ്ഞു. കൊള്ളാം, ഞാൻ നന്നായിട്ട് ദോശ ഇടും. ഇവിടെ വെള്ളം എടുത്തോണ്ട് പോയ എവിടെയാടാ നീ എടുത്ത് കളഞ്ഞാ? കഷ്ടം. അച്ഛ ഉപ്പിട്ടില്ല. ഉപ്പ് എല്ലാം അറിയാം. വെള്ളം എവിടെ? വെള്ളം എവിടെ? വെള്ളം നവാസ നോക്കിയോ, ചിലപ്പം കരിക്കും കേട്ടാ. നവാസും ഗവാസും അങ്ങോട്ട് മാറിയില്ല. നീലോ നിനക്കൊരു ഓംലെറ്റ് അടിക്കട്ടാ. എനിക്ക് വേണ്ട ബാലു. മക്കളെ നീ ഏത് സുബ്രഹ്മണ്യത്തിനോടെ പഠിക്കാൻ പോണെന്ന് പറഞ്ഞ ഡാൻസ് പഠിക്കാൻ? വീണ സുബ്രഹ്മണ്യം. നീ വെച്ചോ കേട്ടാ, അച്ഛൻ ഫീസ് തരാം. ആ ദോശ എടുക്കട്ടാ. ദോശ ഇരുന്ന് ദോശ ഓംലെറ്റ് ബുൾസയാ ഇവിടെ സിംഗിളാ. ശ്രീ എല്ലാരും കഴിക്കായിരുന്നു. ചേച്ചി ലച്ചു നിങ്ങൾ അകത്ത് പോയിക്കോ. മകളെടാ ക്യാഷിൽ ഒന്നിരിക്കടാ. അതെയാ ഓ അത് ആ ദോശ ഒന്ന് കറക്റ്റായിട്ട് മറിച്ചിട്ട്. ഡാ പോടാ. നീ ദോശ ഉണ്ടാക്ക്. മുട്ട പൊട്ടിക്കണ ഒരു നാക്കാണ്. പോ ദോശ ഉണ്ടാക്ക്. അയ്യടാ കറക്റ്റ് നാക്ക്.
ഇനി അവിടെ നിന്ന് നക്കി കുടിക്കാം. ഇപ്പൊ തരാം കേട്ടോ. തുടങ്ങിയതേ ഉള്ളൂ. എന്തെങ്കിലും കിട്ടുകേടാ? ഓ ഇന്ന് കിട്ടും. ചേട്ടാ ഒരു രണ്ടാക്ക് ദോശേ. ആ രണ്ടായി ചേട്ടാ ചമ്മന്തി. ചമ്മന്തി കുറച്ച് മതി കേട്ടോ. മതി. സിംഗിൾ പറഞ്ഞായിരുന്നല്ലോ. സിംഗിളാ? ഇതിന്റെ ഇടയിൽ സിംഗിൾ ഒഴി. ഇതിന്റെ ഇടയിൽ ഒഴി. ആ അളിയ മുട്ട എവിടെ? അവിടെ വെച്ചിട്ടുണ്ടോ? മുട്ട എവിടെ? ഇതിന്റെ ഇടയിൽ ഒഴിക്കാൻ സ്ഥലം കാണോ? അതുകൊണ്ട് ഓടിക്കുക. ആ അവിടെ സിംഗിൾ മതി. അത് തൈരാവും, കടഞ്ഞ് വെണ്ണ പിടിക്കുമോ? ഞാൻ അടിച്ചടിച്ചിരിക്കണത്. വെള്ളം. സിംഗിൾ അല്ലേ? ആ സിംഗിൾ. ഒരു 10 വലതും കൂടെ ചുറ്റടാ. 10 വലതും കൂടെ ചുറ്റ്. എടാ നീ അത് കൊണ്ട് കൊടടേ. സിംഗിൾ. ഇനി എന്റെ ചെറുക്കൻ കാണരുത്. നീ ഇത് അടിച്ചു വെച്ചേ കക്ക തട്ടി കരുതളഞ്ഞത്. ഓംപ്ലേറ്റാ? ചമ്മന്തി. ചേട്ടാ നേരത്തെ പറഞ്ഞ പുൽസ കിട്ടിയിട്ടില്ല കേട്ടോ. ആ വാസേ. എന്താടാ ഇത്? തട്ടടയൊക്കെ തുടങ്ങിയ ഇത് നമ്മളൊന്നും അറിയണ്ടേടേ. ആ ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കാണ്. എന്റെ അമ്മേടെ അറിഞ്ഞില്ലേ? വാസി ഒരു ഓംലെറ്റ് അടിക്കട്ടാ. അടി. ദോശയാ അടിച്ചോണ്ട് വന്നിരിക്കണേ. എന്നോട് ഞാൻ പറഞ്ഞില്ലടാ കൈ വെട്ടരുതെന്ന്. കാല് വെട്ടേ കാശ് കൂടുതലുള്ളൂ. ബ്ലഡി ഫുൾ കട്ട് ചെയ്യേ. ഒരു മസാല ദോശ എടുക്കും. മസാല ദോശ. അയ്യോ എന്നാ ഒരു മസാല ദോശ എടുക്ക്. എടുക്കടോ. ഇത്തിരി വലിപ്പത്തിന് അടിച്ചു കൊടു. ബ്ലഡി ഫുൾ. സാറേ ഇരിക്കണം. വേണ്ട ഞാൻ ഇരിക്കാറില്ല. അണ്ണാ ഇനി ഇരുത്തണ്ട. ഞാൻ നിന്ന് തിന്ന ആളാണ്. എടുക്കടാ. ചേട്ടാ കഴിക്കട്ടെ. ഞാൻ ഒരു അലമ്പ് പാർട്ടിയല്ല. എനിക്ക് കൈ വെട്ടണോ കാല് വെട്ടണോ അത് പറ. ഒന്നും വെട്ടണ്ട കേട്ടോ. വേണ്ടല്ലേ. ജന്നിയാണ് കേട്ടാ. മസാല ദോശ എടുക്ക്. മസാല ദോശ തരാം കേട്ടോ. തരാം. ഒരു കസേര ഇട്ട് തരാം. അവിടെ ഇരിക്കാൻ മസാല പറ്റുമോ? വേണ്ട. അവിടെ ഇരിക്കാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിന്റെ കട അടച്ചു കൂട്ടി എന്നായിട്ട് മത്സരിക്കാൻ ബ്ലഡി ഫുൾ. മസാല ദോശ എടുക്ക്. മസാല ദോശ കൊടുക്കും. ഇവിടെ ഇത് എടുത്ത് പ്ലേറ്റ് എടുത്ത് പ്ലേറ്റ്. ഇത്തിരി കറക്കി അടിച്ചു കൊടുക്കണേ സാർ. ആസി അളിയാ കട നടത്തിക്കൊണ്ട് പോട്ടറാ. ഇതിലെന്താണുള്ളത്? എവിടെയാ സാധനം? ഇതിലെന്തുണ്ട്? എന്ത് തുടങ്ങിയാലും അവസാനം അറിയാലോ. അളിയാ ഞാൻ രക്ഷപ്പെട്ട് പോട്ട്. നീ ഒന്ന് അടങ്ങ്. ശരി നീ ചുട്ടുപോട്. ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ? എന്റെ അണ്ണാ തൊഴാൻ. അടാ നിങ്ങൾക്ക് എന്തൊരു തെറ്റ് ചെയ്തുവാ? എന്തൊരു തെറ്റ് ചെയ്തുവാ? നിങ്ങൾക്ക് എന്തൊരു തെറ്റ് ചെയ്തു? എന്ത് തെറ്റ് ചെയ്തു? അയ്യോ
തട്ടിയടാ വാടാ, തിന്റെ ഓംലെറ്റ് കോച്ചായിട്ട് വാടാ.